എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഗൗതമിന്റെ അളകനന്ദയുടെ അടുത്ത ആഴ്ചയിൽ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ. അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ വിശേഷം നമ്മൾ കണ്ടു. അവസാനം പോലീസ് സ്റ്റേഷനിൽ നിന്ന് നന്ദ പുറത്തെയാടുവാണ്. പോലീസുകാരുടെ കണ്ണു വെട്ടിച്ച് അവള് പുറത്തെയാടുന്നുണ്ട്. അവര് പോലീസുകാർ പോലും ഒട്ടും പ്രതീക്ഷിച്ച കാര്യമല്ല ഇങ്ങനെ ഒരു ബോധം കെടൽ നടത്തിയിട്ട് നന്ദ പുറത്തെയാടുമെന്നുള്ളത്. അങ്ങനെ നന്ദ പുറത്തെയാടി എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ എസ് ഐക്കൊക്കെ ഭയങ്കര ടെൻഷനായിപ്പോയി. കാരണം ഇതെങ്ങാനും ഗൗതം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെപ്പാടെ വലിയ പ്രശ്നമാവെന്ന് അവർക്കറിയാം. എത്രയും പെട്ടെന്ന് നന്ദയെ പിടികൂടണം എന്നൊരു ചിന്തയോട് കൂടിയിട്ട് അവര് അവിടെ മൊത്തം പരതി നടക്കുവാണ്. ഈ സമയത്ത് നന്ദയുടെ മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്ങനെയെങ്കിലും ഇന്ത്യവരത്തിലെത്തണം, തന്റെ മോളെ സ്വന്തമാക്കണം, തന്റെ മോളെയും കൊണ്ട് ഈ നാട് തന്നെ വരണം. ഒരു കാരണവശാലും ഇനി ഇങ്ങോട്ടേക്ക് വരാൻ പോലും പാടില്ല. ഇവിടേക്ക് എത്തിയതുകൊണ്ടാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അത് അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല, ഈസി ആയിട്ടുള്ള കാര്യമല്ല. എന്നാലും എങ്ങനെയെങ്കിലും അവിടെ നിന്ന് കടന്നേ തീരൂ എങ്ങനെ ചിന്തയോട് കൂടിയിട്ടാണ് നന്ദ ഇന്ത്യവരത്തെ ലക്ഷ്യമാക്കി നീങ്ങുന്നത്. ഈ സമയം ഗൗതം ഗൗരിമോളെ കിട്ടിയ സന്തോഷത്തിലായിരുന്നു. പക്ഷേങ്കില് നന്ദുവിനിടയ്ക്ക് സങ്കടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഗൗരിയെ കിട്ടിക്കഴിഞ്ഞപ്പോ തന്നെ നന്ദുവിനെ ഇത്തിരി അവോയ്ഡ് ചെയ്യുന്ന രീതിയിലായിരുന്നു ഗൗതത്തിന്റെ പെരുമാറ്റം കാര്യങ്ങളൊക്കെ. കാരണം ഗൗരിയെ ചേർത്ത് പിടിക്കുന്ന സമയത്ത് നന്ദുവിനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അത് നന്ദുവിന് വല്ലാത്ത വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഗൗരിയും നന്ദുവും കൂടെ കളിച്ചിരുന്ന് സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് ഗൗരിയുടെ അടുത്തേക്ക് വന്നിട്ട് ഗൗരിയെ ചേർത്ത് പിടിച്ച് ഉമ്മയൊക്കെ വെക്കുന്നുണ്ട് ഗൗതം. പക്ഷെ നന്ദുവിനെ മൈൻഡ് ചെയ്യില്ല. നന്ദുവിന് വല്ലാത്ത വിഷമായി. നന്ദു എന്ത് ചെയ്യാണ്, അവിടെ നിന്ന് നേരെ ഏറ്റ് ലക്ഷ്മിയമ്മയുടെ മുറിയിലേക്ക് ചെല്ലുവാണ്. ചെന്ന് കഴിഞ്ഞപ്പോ ലക്ഷ്മിയമ്മ ചോദിച്ചു, എന്ത് പറ്റി നന്ദുട്ടാ, മുഖമൊക്കെ വല്ലായിരിക്കണല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നന്ദു ഒന്നുമില്ല എന്ന് പറയുന്നു. പക്ഷെ ലക്ഷ്മിയമ്മയ്ക്ക് മനസ്സിലായി ഗൗരിയെ കിട്ടിയത് കൂടിയിട്ട് വല്ലാത്ത മാറ്റമാണ് ഗൗതത്തിനുണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ അതായിരിക്കും. പിന്നീട് നന്ദു എന്നിട്ട് ലക്ഷ്മിയമ്മയുടെ മടിയിലേക്ക് കിടക്കുകയാണ്. ലക്ഷ്മിയമ്മ വെച്ച് എന്ത് പറ്റി, നന്ദുവിന്റെ മനസ്സിൽ എന്തെങ്കിലും വിഷമമുണ്ടോന്ന് ചോദിക്കുക. ഒന്നുമില്ല എന്ന് പറയണം. പിന്നീട് ചോദിച്ചു കഴിഞ്ഞപ്പോ അവസാനം ചോദിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേനും നന്ദു ആ കാര്യങ്ങളൊക്കെ പറയുന്നത്, അതെ പപ്പായ്ക്ക് ഗൗരിയോട് കൂടുതൽ സ്നേഹമാ. ഇപ്പൊ നന്ദുവിനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. എപ്പൊ നോക്കിയാലും പപ്പ ഗൗരിയെ തന്നെ ചേർത്ത് പിടിക്കുമെന്ന് പറയണ. ഇത് കേട്ടതും ലക്ഷ്മിയമ്മ പറഞ്ഞു, അത് പിന്നെ വേറൊന്നും കൊണ്ടല്ല മോനെ, ഗൗരിയുടെ അമ്മ ഇവിടെ ഇല്ലല്ലോ, അമ്മ ഡ്യൂട്ടിക്ക് പോയിരിക്കില്ല. അപ്പൊ ഗൗരിക്ക് പനിയൊക്കെ ആയതുകൊണ്ട് ഗൗരിക്ക് വയ്യാതിരിക്കുമല്ലേ, അതുകൊണ്ടാ മോൻ ആ കാര്യം ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ. മോനോടായിരിക്കും പപ്പായ്ക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം. അത് മോന്റെ പപ്പയല്ല എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോ നന്ദു പറഞ്ഞു, അത് ശരിയാന്നൊക്കെ പറയണ. അങ്ങനെ നന്ദുവിന്റെ മനസ്സിലൊന്നും തണുപ്പിക്കുന്നുണ്ട്. ഈ സമയം ലക്ഷ്മിയമ്മ ഒരു കാര്യം തീരുമാനിച്ചു. കാരണം ഗൗതത്തിനോട് സംസാരിക്കണം, ഇത് പാടില്ലാന്ന്. കാരണം കുഞ്ഞുങ്ങളുടെ മനസ്സാണ് എപ്പോഴേ സമയത്ത് മാറുന്നതെന്ന് പറയാൻ പറ്റില്ല. പെട്ടെന്ന് അവർക്ക് അത് ബുദ്ധിമുട്ടാവും. കാരണം മറ്റൊരാളോട് കൂടുതൽ സ്നേഹം കാണിക്കുമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സ് മുറിവേക്കും. അത് അവരെ വല്ലാതെ ബാധിക്കും. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ ലക്ഷ്മിയമ്മയ്ക്ക് വല്ലാത്തൊരു സങ്കടമൊക്കെ തോന്നി. പക്ഷെ ഗൗരിനെ അകറ്റി നിർത്താനും പറ്റില്ല. ഗൗരി സ്വന്തം ചോരയാണ്. ഇത്രയും കാലത്തിന് ശേഷം 5-6 വർഷത്തിന് ശേഷം ഗൗതം കാണുന്നതാണ്. ആ സ്നേഹമൊക്കെ കൂടുതൽ കാണിക്കുകയും ചെയ്യും. അവനോട് അങ്ങനെ പറയാനും പറ്റില്ല, പറയാതിരിക്കാനും പറ്റാത്തൊരവസ്ഥയായിപ്പോയി ലക്ഷ്മിയമ്മയ്ക്ക്. ഈ സമയം ഗൗരിയെ ചേർത്ത് പിടിച്ച് ഗൗതം ഇരിക്കുകയാണ്. പിന്നീട് പുറത്ത് കിടന്ന നന്ദ പിങ്കിയെ വിളിക്കുകയാണ്. പിങ്കിയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയണം. എനിക്ക് എന്റെ മോളെ വേണം, എന്റെ മോളില്ലാതെ എനിക്ക് പോകാൻ പറ്റില്ല, പിങ്കി എങ്ങനെയല്ലോ എന്നെ സഹായിച്ചാൽ മതിയാവളെന്ന് പറയാണ്. പിങ്കിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം ഗൗരിയെ നന്ദയ്ക്ക് കൊടുത്തു വരണം തന്നെയാണ് പിങ്കിയുടെ ആഗ്രഹം. പക്ഷേങ്കിൽ ഗൗതം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്ത പ്രശ്നമായി തീരും. പിന്നീട് പിങ്കി ഇവിടെ തൽക്കാലത്തേക്ക് ഇങ്ങോട്ടേക്ക് വരണ്ട, ഇവിടെ ഗൗതം ഉണ്ടെന്ന് പറയണം. അതൊന്നും എനിക്ക് അറിയണ്ട, എനിക്ക് എന്റെ മോളെ വേണം, എനിക്ക് എന്റെ മോളെ ഒന്ന് കാണുമെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് പറയണം. കാരണം നേരിട്ട് വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ ഗൗതം ഉറപ്പായിട്ടും പിടികൂടി വീണ്ടും പോലീസ് ലോക്കപ്പിൽ തന്നെ കൊണ്ടുപോയിടും. അത് നന്ദയ്ക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. അവസാനം പിങ്കി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ നോക്കട്ടെ, ആരും കാണാതെ ഞാൻ പുറവശത്തെ വാതിൽ തുറന്നു തരാം, എങ്ങനെയെങ്കിലും അകത്ത് കിടക്കാൻ നോക്കാൻ പറയണം. അങ്ങനെ പിങ്കി പുറവശത്തെ വാതിൽ തുറന്നു കൊടുത്ത് ആരും കാണാതെ നന്ദ അകത്ത് കിടക്കുകയാണ്. അകത്ത് കിടന്ന് നേരെ പിങ്കിയുടെ മുറിയിലേക്കാണ് പിങ്കി കൊണ്ടുപോകുന്നത്. അവിടെ ചെന്ന ഉടനെ പിങ്കി കഥ കടച്ച് കുറ്റിയിട്ടു. കാരണം ഗൗതം പുറത്തുണ്ട്. ഗൗതം അങ്ങനെ കണ്ട അതോടുകൂടി തീർന്നു. പിന്നീട് നന്ദ പറഞ്ഞു, എനിക്ക് എന്റെ മോളെ വേണം, എന്റെ മോളില്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ലെന്ന് പറയണം. ഇത് കേട്ടതും പിങ്കി പറഞ്ഞു, എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഗൗതം സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? പിന്നീട് നന്ദയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. എന്തുകൊണ്ടാ ഇത്രയും കാലം ഈ സത്യം മറച്ചു വെച്ച് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും നന്ദയുള്ള സത്യം പറഞ്ഞു, ഞാൻ ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരാൻ ആഗ്രഹിച്ചിരുന്നില്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിലങ്ങതടിയായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരായിരുന്നേ. എന്റെ മോളും ഞാനുമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് നന്ദുവിന്റെ കാര്യങ്ങൾ വന്നേ, അല്ലെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഞാൻ വരില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദ പറയാണ്. എനിക്ക് എങ്ങനെയെങ്കിലും എന്റെ മോളെ കിട്ടിയാൽ മതിയാവുള്ളൂ പറയാണ്. പിന്നീട് പിങ്കി പറഞ്ഞു, എനിക്ക് സമ്മതമാണ്, പക്ഷേങ്കിൽ ഗൗതം സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഗൗതം പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും സമ്മതിക്കില്ല. ഇത് കേട്ടെന്ന് നന്ദ പറഞ്ഞു, എങ്ങനെയെങ്കിലും എന്നെ സഹായിക്കണം പിങ്കി എന്നൊക്കെ പറയണം. ആ സമയത്താണ് പുറത്ത് കഥയെ മുട്ടുന്നതായിട്ട് അത് ഗൗതം വന്ന് മനസ്സിലായി. തിമിനി ഇപ്പൊ എന്ത് ചെയ്യും? പെട്ടെന്ന് നന്ദയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ, നന്ദ അങ്ങോട്ട് ബാത്റൂമിലേക്ക് അങ്ങോട്ട് മാറി നിൽക്കുക,
ഒരു കാരണവശാലും നന്ദ ഇവിടെ നിന്ന് ഗൗതം അറിയാൻ പാടില്ലെന്ന് പറയാണ്. പിന്നീട് പിങ്കി പോയി കഥ തുറക്കുകയാണ്. അങ്ങനെ ഗൗതം അകത്തേക്ക് വന്നു. ഗൗതം അകത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അതെ അവളുണ്ടല്ലോ നന്ദ പുറത്ത് കടന്നിട്ടുണ്ട്. നന്ദ ഇങ്ങോട്ടേക്ക് വരുമായിരിക്കും. ഒരു കാരണവശാലും വന്നിട്ടുണ്ടെങ്കിൽ മോളെ വിട്ടു കൊടുക്കരുത്. എനിക്ക് അത്യാവശ്യമായിട്ട് സ്റ്റേഷൻ വരെ പോണെന്ന് പറയണം. ഇത് കേട്ടത് പിങ്കി പറഞ്ഞു, അത് പിന്നെ നന്ദ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ വിട്ടുകൊടുക്കായിരിക്കും? നന്ദ വന്ന് ഗൗരിയിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം അമ്മയല്ലേ ഗൗതം, അങ്ങനെ വിട്ടുകൊടുക്കാതിരിക്കാൻ പറ്റുമെന്ന് ചോദിക്കാം. ഇത് കേട്ടതും ഗൗതം പറഞ്ഞു, അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. ഞാൻ വരുമ്പോ ഗൗരി ഇവിടെ കാണണം. അറിയാലോ, ഗൗരിനെ നീ നോക്കണം. നിന്റെ ഉത്തരവാദിത്തത്തില് ഞാൻ ഗൗരിനെ ഏൽപ്പിച്ചിട്ട് പോണേന്നൊക്കെ പറഞ്ഞിട്ട് ഗൗതം അങ്ങോട്ട് പോവാണ്. ഗൗതം പോയി കഴിഞ്ഞപ്പോഴത്തേനും നന്ദയ്ക്ക് ഭയങ്കര സമാധാനമായി. അങ്ങനെ ഗൗതം പോലീസ് സ്റ്റേഷനിലേക്ക് പോയതിന് ശേഷമാണ് പിന്നെ പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അങ്ങനെ പിങ്കിയോട് പറഞ്ഞു, ഈ സമയം എനിക്ക് ധാരാളം മതി, ഞാൻ എന്റെ മോളെയും കൊണ്ട് ഇവിടുന്ന് പോയിക്കൊള്ളാന്ന് പറയാണ്. ഇത് കേട്ടതും പിങ്കി പറഞ്ഞു, അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അറിയാലോ, നന്ദയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ മൊത്തം അരിച്ചു പെറുക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും നന്ദയ്ക്ക് പോകാൻ പറ്റില്ലെന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ നന്ദ പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, നീ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്തേ മതിയാവുള്ളൂ പിങ്കി എന്ന് പറയണം. അവസാനം പിങ്കി ഹെൽപ്പ് ചെയ്യാന്ന് പറയണം. എന്നെ എങ്ങനെ ഇരുന്ന് സ്റ്റാൻഡിൽ കൊണ്ടേ വിട്ടാൽ മതി, അവിടുന്ന് ഞാൻ ബസ് കയറി എങ്ങനെയാലും പോയിക്കോളാന്നൊക്കെ പറയണം. അങ്ങനെ പിന്നീട് പിങ്കി സഹായിക്കാന്ന് പറയണം. അതിനുശേഷം നന്ദ എന്ത് ചെയ്യുവാണ്, ഗൗരിയുടെ അടുത്തേക്ക് വരുവാണ്. ഗൗരിയെ കണ്ടതും നന്ദയ്ക്ക് ഭയങ്കര സന്തോഷമായി, കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുവാണ്. പിന്നീട് ഗൗരിയോട് പറഞ്ഞ് നമുക്ക് പോകാന്ന് പറയാണ്. അങ്ങനെ എന്ത് ചെയ്യുവാണ്, പിങ്കിയുടെ സഹായത്തോട് കൂടിയിട്ട് അവരവിടുന്ന് പോകുവാണ്. ഇതൊന്നും പക്ഷേങ്കിൽ ഗൗതം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അവർ നേരെ ശാന്തിപുരത്തിന് പോവുക. വീട്ടിൽ വന്നതിന് ശേഷമാണ് ഗൗതം ഈ കാര്യങ്ങളൊക്കെ അറിയണേ. ഗൗരിയനും കൂട്ടി നന്ദ പോയെന്നുള്ള കാര്യം ഇതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഗൗതത്തിന് സഹിച്ചില്ല. ഗൗതത്തിന് സമ്മതം പോലെ തോന്നി. ഇതിന്റെ പേരിൽ പിങ്കിയുമായിട്ട് വഴക്കുണ്ടാക്കുവാണ്. പക്ഷെ പിങ്കി വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. കാരണം നന്ദ ഒരു അമ്മയാണ്. അവൾക്ക് അവളുടെ കുഞ്ഞിനെ കാണാതിരിക്കാൻ പറ്റില്ല. ഈ 5-6 വർഷക്കാലം പൊതിഞ്ഞു പിടിച്ച കുഞ്ഞിനെ ഒരു നിമിഷം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഏതൊരു അമ്മയ്ക്കാ സഹിക്കാൻ പറ്റുന്നേ? അത്രയോളം ചെയ്തുള്ളൂ. ഞാൻ അതിനെ കൂട്ടുവന്നു. എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം ഞാനിപ്പം നന്ദുവിന്റെ അമ്മയാണ്. ഞാൻ പ്രസവിച്ചിട്ടില്ലെങ്കിലും നന്ദുവിനെ ഒരു നിമിഷം കാണാതിരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കില്ല എന്നൊക്കെ നല്ല രീതിയിൽ പിങ്കിയും പറയുന്നുണ്ട്. പക്ഷെ ഗൗതം വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അവസാനം ഗൗതം എന്ത് ചെയ്യാണ്, ശാന്തിപുരത്തിന് പോവാണ് ഗൗരിയെ കാണാനായിട്ട്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഗൗരിയെ കാണാനായിട്ട് നന്ദ കൂട്ടാക്കില്ല. നന്ദ കഥവ് തുറക്കാൻ പോലും കൂട്ടാക്കില്ല. അവസാനം ഗൗതം പറഞ്ഞു, കഥവ് തുറന്നില്ലെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ കഥവ് തല്ലിപ്പൊളിക്കും എന്നൊക്കെ പറയണം. അവസാനം നന്ദയ്ക്ക് കഥവ് തുറക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഗൗതം അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേനും നന്ദയ്ക്ക് വല്ലാത്ത ടെൻഷനാണ്. ഇനിയിപ്പോ ഗൗരി ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ അകപ്പെടെ പ്രശ്നമാകുമോ, ഇവിടെ വന്ന് കിടന്ന് ബഹളം വെച്ചിട്ടുണ്ടെങ്കിൽ. അവസാനം നന്ദ മര്യാദയ്ക്ക് പറഞ്ഞു, ഗൗതം സാർ ഇവിടുന്ന് പോകണം, ഇവിടെ വന്ന് കിടന്ന് പ്രശ്നം ഉണ്ടാക്കരുത്. മോൾക്ക് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഇപ്പോഴും ഗൗതം സാർ അച്ഛനെന്നുള്ള കാര്യം അറിയത്തില്ല, അതുകൊണ്ട് പോകണം എന്നൊക്കെ പറഞ്ഞപ്പോ ഗൗതം പറഞ്ഞു, ഇല്ല ഞാൻ പോവില്ല, എന്റെ മോളെയും കൊണ്ട് പോകത്തോളൂ എന്നൊക്കെ പറയാണ്. അപ്പത്തേനും ഗൗരി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്ന് ഈ ഗൗതന്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അങ്ങനെ ഗൗതത്തിനെ കണ്ടു കഴിഞ്ഞിട്ട് ഓടി വന്നിട്ട് പപ്പാന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ നന്ദയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. പിന്നീട് നന്ദ ഗൗരിയോട് പറഞ്ഞു, മോള് പോയിരുന്ന് കളിക്കാനൊക്കെ പറഞ്ഞിട്ട് ഗൗരി അങ്ങോട്ട് പറഞ്ഞു വിടുവാണ്. ഈ സമയം ഗൗതം പറഞ്ഞു, എന്റെ മോളില്ലാതെ ഞാൻ ഇവിടുന്ന് പോകത്തില്ല, എന്റെ മോളെയും കൊണ്ട് ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ എന്നൊക്കെ പറയാണ്. ഗൗരി പറഞ്ഞു, എന്റെ മോള് ഒരു കാരണവശാലും ഞാൻ വിട്ടു തരത്തില്ലെന്ന് പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ നമ്മുടെ അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. ആ സമയത്ത് നിർമ്മൽ അങ്ങോട്ടേക്ക് വരുന്നേ. നിർമ്മൽ ആ സമയം അങ്ങോട്ടേക്ക് വരുന്ന ഗൗതം ഒട്ടും പ്രതീക്ഷിച്ച കാര്യമില്ല. പിന്നീട് നിർമ്മല് ഗൗതത്തിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ പിങ്കിയുമായിട്ടൊരു നല്ല ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഈ സമയത്ത് എന്തിനാ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നേ? ഞാനല്ലേ എല്ലാത്തിനും കാരണക്കാരൻ, ഞാൻ വന്ന് പറഞ്ഞോണ്ടല്ലേ ഗൗരിമോളെ നന്ദയ്ക്ക് നഷ്ടപ്പെട്ടെ, അതുകൊണ്ട് ഇപ്പൊ ഗൗതം സാർ പോണെന്നൊക്കെ പറയണം. അങ്ങനെ അവസാനം ഒരു വിധത്തിലെ ഗൗതത്തിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുവാണ്. പക്ഷെ പോകുന്നതിന് മുമ്പ് തന്നെ ഗൗതം ഒരു കാര്യം പറഞ്ഞു, കോടതിയിൽ പോയിട്ടാണ് ശരി, കേസ് കളിച്ചിട്ടാണ് ശരി, ഞാൻ എന്റെ മോളെ സ്വന്തമാക്കും, എന്റെ മോളെ എനിക്ക് വേണം, എന്റെ മോളില്ലാതെ എനിക്കൊരു ജീവിതം ഇല്ല എന്നൊക്കെ പറയണം. അങ്ങനെ വെല്ലുവിളിച്ചിട്ട് അങ്ങോട്ട് പോവാണ്. പക്ഷെ കുഞ്ഞിനെ വിട്ടുകൊടുക്കാനായിട്ട് നന്ദയും തയ്യാറാവുന്നില്ല. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇനിയിപ്പോ എന്തായി തീരുമെന്ന് അറിയത്തില്ല. ഗൗതം എത്ര കേസ് കളിച്ചെന്ന് പറഞ്ഞാലും നന്ദ കുഞ്ഞിന് വേണ്ടി വാദിക്കും. ഇത്രയും കാലം പൊതിഞ്ഞു പിടിച്ച കുഞ്ഞല്ലേ, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നല്ലേ, അപ്പൊ നന്ദയ്ക്ക് അങ്ങനെ കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ സാധിക്കുമോ? അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ കാണാൻ പോകുന്നത്. അത് മാത്രമല്ല, ഇനിയിപ്പം നന്ദുമോന്റെ അവസ്ഥ എന്തായി തീരുമെന്ന് അറിയത്തില്ല. നന്ദുമോന് വല്ലാത്ത ടെൻഷനായി തുടങ്ങി. ഈ ഗൗതത്തിന്റെ അവഗണന, ഇത്രയും കാലം സ്വന്തം പോലെ കൂടത്തിൽ കൊണ്ടുനടന്നിട്ട് പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ ഇച്ചിരി മാറ്റിയെടുത്തത് കാണുമ്പോൾ നന്ദുവിന് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.